ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആസിഫ് എന്ന ചെക്കന് റാപ്പ് മ്യൂസിക്കിനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു. ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പാട്ട് പാടാൻ പോയപ്പോൾ അവൻ മരിയ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെ ആദ്യമായി കാണുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവളോട് അവന് ക്രഷ് അടിക്കുന്നു. പിന്നീട് പല വഴിയിലൂടെ അവളെ കണ്ടെത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. മെല്ലെ അവരുടെ സൗഹൃദം പ്രണയമായി മാറിയെങ്കിലും വീട്ടുകാരെ പേടിച്ച് അവർ ഇരുവരും അത് തുറന്നു പറയാതെ ജീവിക്കുകയായിരുന്നു. അതിനിടയിൽ മതവും ജാതിയും പേരും നോക്കി ആളുകൾ വേർതിരിക്കുന്ന സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം ആസിഫ് പല സ്ഥലങ്ങളിലും അനുഭവിച്ചറിയുന്നു. ആ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി അവൻ പുറത്തിറക്കിയ ഒരു റാപ്പ് സോങ് വൈറലാകുകയും അതിലൂടെ പലർക്കും അവൻ ശ്രദ്ധേയനാവുകയും ചെയ്തു. പക്ഷേ മരിയയുടെ വീട്ടുകാർ അവളുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചപ്പോൾ അവരുടെ ജീവിതമാകെ മാറിമറിയുന്നു. പരസ്പരം വേർപിരിയാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ വിവാഹത്തിന് മുന്നേ ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവരുടെ പ്രണയത്തെക്കാൾ സമൂഹം കണ്ടത് അവരുടെ മതമായിരുന്നു. ആസിഫിന്റെ വീട്ടുകാർ മരിയ മതം മാറിയാൽ മാത്രമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം പ്രണയം രക്ഷിക്കാൻ അവൾ മതം മാറാൻ പോലും തയ്യാറായി. അവസാന നിമിഷത്തിൽ സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കാൻ മരിയയ്ക്ക് കഴിഞ്ഞില്ല. അതോടെ ആസിഫിനെ ലവ് ജിഹാദ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരുടെ പ്രണയം വലിയ വിവാദമാവുകയും ചെയ്തു. കോടതിയിലും സമൂഹത്തിന് മുന്നിലും തങ്ങളുടെ സ്നേഹം തെളിയിക്കാൻ അവർക്ക് പോരാടേണ്ടി വന്നു. ഒടുവിൽ യഥാർത്ഥ പ്രശ്നം മതമല്ല, മനുഷ്യരുടെ ചിന്തകളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. ഒരാളും മറ്റൊരാളുടെ മതം മാറാതെ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ജീവിക്കാമെന്ന് തീരുമാനിച്ച ആസിഫിനെയും മരിയയും ഇരു വീട്ടുകാരും അംഗീകരിക്കുന്നു. വർഷങ്ങളായുള്ള പോരാട്ടങ്ങൾക്കും കണ്ണീരുകൾക്കും ഒടുവിൽ സ്നേഹമാണ് ഏറ്റവും വലിയ മതമെന്ന് തെളിയിച്ച് അവർ ഒരുമിക്കുന്നു.